എവരിവൺ, ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്ന ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉലുവ ദോശയാണ് ഉണ്ടാക്കുന്നത്. ചില വീടുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായി അതിൻ്റെ റെസിപ്പി ഒന്ന് ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. ഉലുവയും പച്ചരിയും നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് കുതിർത്താൻ വയ്ക്കാൻ. കുറച്ച് ജീരകവും ശർക്കരയൊക്കെ ചേർത്തിട്ട് വേണം ഇത് അരയ്ക്കാൻ. മധുരമുള്ളൊരു ദോശയാണ്. അതിന് ജീരകം ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകവും മധുരത്തിന് ആവശ്യമായ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഞാനിത് ഏകദേശം ഇത്ര ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കര എടുത്തോളൂ. അരിയും ഉലുവയും ശർക്കരയും ജീരകവും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണൂ. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ദോശമാവിനൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുത്താൽ മതി. മാവ് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാം. മാവ് പുളിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ലെണ്ണയാണ് ഇതിൽ പരത്തിയിരിക്കുന്നത്. നല്ലെണ്ണ പുരട്ടി കഴിഞ്ഞ് മാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറച്ച് നല്ലെണ്ണ കൂടി അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ദോശയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് കൂടി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഉലുവ ദോശയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഉലുവയുടെ കയ്പ്പും ശർക്കരയുടെ മധുരമൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ഉലുവ ദോശ റെഡിയായിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.